Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. Good afternoon. Good afternoon, miss. Good afternoon, ma'am. Good afternoon. സോ എല്ലാരും ക്ലാസ്സിൽ വരുന്നേ ഉള്ളൂ അല്ലേ? കുറച്ച് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇത് പറയുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണ് എല്ലാവർക്കും? Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Yeah. എന്തൊക്കെയാ ഇതിലൊക്കെ സംസാരിക്കാൻ നമുക്ക് അപ്പോഴേക്കും എല്ലാവരും വരും. എനിക്ക് സുഖം. സുഖം. എന്തേ ആരൊന്നും മിണ്ടാത്തേ? പറയൂ. നമ്മൾ കൂടുതൽ സ്റ്റുഡൻസ് ഇല്ലേ? ഇപ്പൊ 58 ആയിട്ടുള്ളൂ അല്ലേ? എവിടെ വീട്? എന്തോ? എവിടെ വീട് ചോദിക്കാം. എന്റെയോ? എന്റെ വീട് എറണാകുളം നോർത്ത് പറവൂര്. ഓക്കെ. ഭക്ഷണം കഴിച്ചോ? കഴിക്കാറായിട്ടില്ല അല്ലേ? 5 കഴിക്കാൻ ടൈം ആവുന്നേ ഉള്ളൂ. വീട്ടിലാരൊക്കെയുണ്ട് മാം? എന്തോ? മാമിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട്ടിലോ? എന്റെ വീട്ടില് ഞാനും എന്റെ ഒരു മോളും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് അച്ഛനും പുറത്താണ്, ദുബായിലാണ്. കുഞ്ഞുമോളാണോ? കുഞ്ഞോള് 3 വയസ്സ്. മോളെ പേരെന്താ? മോളുടെ പേര് അൻവിക. നിങ്ങളെല്ലാവരും ഞാൻ കുറെയൊക്കെ മറന്നുപോയി. എല്ലാവരും അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു. ഇങ്ങനെ എല്ലാവരും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും പേരില്ലേ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ അടുത്തൊക്കെ നോക്കിയായിരുന്നു എല്ലാവരും? നോക്കി. എക്സസൈസ് ഒക്കെ ചെയ്തോ? എക്സസൈസ് ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ്. നൗണിന്റെ ലാസ്റ്റ് ഒരു 3 എക്സസൈസ് ഒന്നും ഉണ്ടായിരുന്നല്ലോ, ചെയ്തോ? ചെയ്തില്ല? ഇതൊന്നും ഇടാത്തെ? ചെയ്തില്ലാന്ന് തോന്നുന്നു. തന്നിട്ടില്ലല്ലോ, എക്സസൈസ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തോ? എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നില്ലോ. തന്നിട്ടുണ്ടായിരുന്നില്ല. എന്നോടാണോ നിങ്ങൾ സംസാരിക്കുന്നതാണോ? അതെ മാം, എക്സസൈസ് മാം എക്സസൈസ് ഹോംവർക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു.
നെക്സ്റ്റ് ക്ലാസ്സില് മാം എക്സസൈസ് തരാമെന്ന് പറഞ്ഞു, അൺകൗണ്ടബിളും കൗണ്ടബിളിന്റെ ഒക്കെ. ഇല്ല, അതല്ലാതെ ഇടയ്ക്ക് മുന്നേ നമ്മള് എന്താ എക്സസൈസ് ഉണ്ട്, നിങ്ങളെല്ലാവരും നോക്കിയിട്ട് വരണം. അത് ഹോംവർക്ക് കാണുക എന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. നോ മാം. കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിലായിരുന്നു പക്ഷെ. ഇത് പറയുന്നു എന്തായാലും നോക്കിയിട്ട് വാ. ഇപ്പൊ അല്ല, എന്താണ് അടുത്ത ക്ലാസ്സിലോ നിങ്ങൾ തന്നെ ചെയ്തിട്ട് വരണം. ഓക്കെ ഓക്കെ. ഇത് എവിടെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടോ? നിങ്ങളുടെ യൂണിറ്റിലുണ്ടല്ലോ, ടെക്സ്റ്റിൽ PDF-ലുള്ളതാണോ? യൂണിറ്റിൽ നൗണൊക്കെ പഠിച്ചില്ലേ? നൗണിന് ലാസ്റ്റ് എക്സസൈസ് ആണ്. സോ എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ ചെയ്താ പോരെ? അടുത്ത ക്ലാസ് ചെയ്താൽ മതി, പക്ഷെ നിങ്ങൾ നോക്കിയിട്ട് വരണം. ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഓക്കെ, നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാ മതിയല്ലോ. ഡൗട്ട് ഉണ്ടാവും, ഞാൻ ചെയ്യാം. നിങ്ങൾ നോക്കൂ. ഓക്കെ പറഞ്ഞത് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം എത്തുന്ന വ്യക്തിയാണ്. ഓക്കെ മാം. എത്ര എക്സസൈസ് ചെയ്യണം മിസ്? എന്തോ എത്ര എക്സസൈസസ് ചെയ്യണം? 1 ഉണ്ട്, 2 ഉണ്ട്, എക്സസൈസ് 1, എക്സസൈസ് 2. എല്ലാരും ചെയ്യൂ. എല്ലാതും ചെയ്യണം. അപ്പോൾ അത് ആ പോർഷൻ കംപ്ലീറ്റ് ആവും. അതോടെ എന്ന് പറഞ്ഞ പോർഷൻ കംപ്ലീറ്റ് ആവും. ഡിയോൺ നോക്കിയ അവനെ ഒന്ന്. സോ നമുക്ക് നൗണും പ്രോനൗണും കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നൗണ് മാത്രമായിട്ടാകുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ല, നമുക്കത് അധികമൊന്നും ഉണ്ടാവില്ല. സോ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ മാം. അപ്പൊ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഈ പ്രോനൗൺ കഴിഞ്ഞാൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. സോ വന്നിട്ട് അതിന് ശേഷം നമുക്ക് എക്സാം പോലെ ചെയ്യാം. ഓക്കെ, അതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ എല്ലാവരും? അപ്പൊ നൗണും പ്രോനൗണും കുറച്ച് എന്താ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ആരാ ഇന്ന് പ്രയർ ആരാ ചൊല്ല? ആരാ പ്രയർ ആരാ പറയാ? ആരില്ല? ആരാ? ഇന്ന് ഞാൻ ചെല്ലണം. ഓക്കെ. In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, honor of the day of judgment. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തു അല്ലെ? സൈൻ ഇൻ ചെയ്തു, പക്ഷെ സൈൻ ഔട്ട് ചെയ്തില്ല. ഓർമ്മയുണ്ടോ? സൈൻ ഇൻ ചെയ്ത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ ചെയ്തേ? റിഷാനെയാന്ന് തോന്നുന്നു. ഞാനോ? പക്ഷെ സൈൻ ഔട്ട് നമ്മൾ ചെയ്തില്ല കേട്ടോ. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചു സൈൻ ഔട്ട് ചെയ്തില്ല. ഇന്ന് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? സൈൻ ഇൻ ചെയ്യുന്നുണ്ടോ? യെസ് മാം. പേരെന്താണ്? ദിൽഷഫിനാണോ? നുസൈബ ദിൽഷാൽ. എന്തോ? നുസൈബ ദിൽഷാൽ. മനസ്സിലായില്ല. നുസൈബ ദിൽഷാൽ. പേര് ടൈപ്പ് ചെയ്യോ? സോ ആരാണോ സൈൻ ഇൻ ചെയ്യുന്നത് അവർ തന്നെ സൈൻ ഔട്ട് ചെയ്യണുണ്ടോ? ഞാൻ പറഞ്ഞാലും നുസൈബ. ഓക്കെ, നുസൈബ എന്ന് പറഞ്ഞാൽ മതി. നുസൈബ തന്നെ സൈൻ ഔട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ചിലപ്പോ മറന്നു പോകും. സോ ഓർത്തിട്ട് സൈൻ ഔട്ട് ചെയ്യണം. ഓക്കെ,
Okay. You only live once, but if you do it right once enough. Sign in by Nuseba. Yeah, okay. Okay. So let's begin our class. This topic we are going to talk about. Topic is pronoun. അല്ലെ, നമ്മൾ noun കഴിഞ്ഞു. Then moving on, the next, the pronoun. അല്ലെ, pronoun ആണ് topic. So pronouns are 9 kinds. അല്ലെ, 9 type of pronouns ഉണ്ട്. So these are personal pronoun, emphatic pronoun, reflexive pronoun, indefinite pronoun, distributive pronoun, demonstrative pronoun, interrogative pronoun, relative pronoun, reciprocal pronoun. So these are the 9 kinds of pronouns. Okay. So first നിങ്ങളുടെ നോട്ട് നോക്കണോ, അല്ലെങ്കിൽ ഫസ്റ്റ് നോട്ട് നോക്കണം? ഇതിന്റെ നോട്ടാണ്. മാമിന്റെ നോട്ട് നോക്കിയിട്ട് നമ്മളെ നോട്ട് നോക്കാം, അപ്പൊ അതായിരിക്കും എളുപ്പം. ഞാൻ കുറച്ചുകൂടെ എളുപ്പം, എനിക്കും തോന്നിയത് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ സ്ക്രീൻ? Yes. Yeah. So ആരാ വായിക്കാ? നിങ്ങൾ തന്നെ വായിച്ചേ, നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. ഞാൻ വായിക്കാം. Yeah. First one. Pronoun. Pronoun is used as a substitute for a noun to avoid the repetition of the noun. A pronoun is a word used instead of the noun. I, she, he, you, we, they. Example, Meera is a beautiful girl. She has long hair. Sam is a boy. He studies well. എന്താണ് നമ്മള് പ്രോണൗൺ എന്ന് പറയുന്നത്? എന്താണ്? നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഇവിടെ ഇപ്പോ ഈ വായിച്ച ഡെഫിനിഷനിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ബേർഡ് ആണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ബേർഡ് അല്ല. വേർഡ് എനക്ക് തോന്നി. സോ അത് ഞാൻ ചിലപ്പോ ഞാൻ കറക്റ്റ് ചെയ്യാൻ മറന്നാലും നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, സോ അത് ബേർഡാണ്. ഞാനും വിചാരിച്ചു അതെങ്ങനെ ബേർഡ് അവിടെ വരും. ഞാനും വിചാരിച്ചു അവിടെ കൂളായിട്ട് ഇങ്ങനെ വഴിച്ചു പോയി. എന്തോ കടിക്ക് പിടിച്ചില്ല, കരിഞ്ഞല്ല. അത് അത്ര നേരമേ. ഡിയോൺ എന്നാണോ പേരൊന്ന് മ്യൂട്ട് ചെയ്യാവോ? സോറി മാം, സോറി. ഓക്കെ, അപ്പൊ പ്രോണൗൺ അല്ലെ. പ്രോണൗൺ എന്താണ്? നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ നോക്കൂ. മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. മീര ഒരു ബ്യൂട്ടിഫുൾ ആയ ഗേൾ ആണ് അല്ലെ. സോ മീര ഹാസ് എ ലോങ് ഹെയർ എന്ന് പറയുന്നതിന് കുറച്ചൊരു ബെറ്റർ ആണ് ഷീ ഹാസ് എ ലോങ് ഹെയർ. ഇപ്പൊ നമ്മള് പറയും നവ്യനെ കാണാൻ, ഇപ്പൊ നവ്യ എന്നൊരു പേര് പറയാം, നവ്യനെ കാണാൻ നല്ല ഭംഗിയാണ്, നവ്യക്ക് ഒരുപാട് മുടിയുണ്ട്, നവ്യ നന്നായി ഡാൻസ് കളിക്കും എന്ന് പറയുന്നതിൽ എപ്പോഴും നവ്യ 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 എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ ഒരു പ്രോണൗൺ യൂസ് ചെയ്യാം. സോ നവ്യ എന്ന് പറയുന്നത് പെണ്ണായതുകൊണ്ട്, ഗേൾ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഏത് പ്രോണൗൺ യൂസ് ചെയ്യാം? ഷീ യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് മീര, ഇപ്പൊ നൗൺ നവ്യ എന്ന പേരിന്റെ ആ നൗണിന് പകരമായിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ ഷീ എന്ന പ്രോണൗൺ അല്ലെ. സോ ഇതാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? അത്രയുണ്ട് പ്രോണൗൺ. ഓക്കെ, ദെൻ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. ഏതാണ്? പേഴ്സണൽ പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ, റിഫ്ലെക്സീവ് പ്രോണൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ, ഡിസ്ട്രിബ്യൂട്ടീവ്. ഇതൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ അല്ലെ. സോ പേഴ്സണൽ പ്രോണൗൺ എന്താണ്? ഒന്ന് ആരാ വായിക്കാം? വായിക്കും ആരെങ്കിലും ഒരാള്? വായിച്ചിട്ട് എന്താണോ മനസ്സിലാവുന്ന അതൊന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, വായിക്കട്ടെ മാം.
Personal pronoun. Personal pronouns are used instead of the names of the person. 3 types are there. Subjective personal pronoun, used as subject in the sentence. They are I, you, he, she, it, we, they. മതിയോ? അത് വയ്ക്കോ? ഓക്കെ. സിംഗുലർ സിംഗുലർ ഐ, യു, ഹി, ഷി, ഇറ്റ്. അതിന്റെ പ്ലൂറല് ഐയുടെ പ്ലൂറല് വി, യു യു തന്നെ, ഹി, ഷി, ഇറ്റ് അതിന്റെ പ്ലൂറല് ദേ. ഓക്കെ, ഞാൻ പറയാം. ഇപ്പോ പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോ പേഴ്സണൽ നമുക്കറിയാം, നമ്മളെ തന്നെ പറയുന്നതാണ് അല്ലെ. നമ്മുടെ ഏതാണ് സബ്ജക്ട്, നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വരും ചിലപ്പോ. എന്താ, ഹി ഈസ് എ ക്ലവർ. ഹി ഈസ് എ ക്ലവർ എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് സബ്ജക്ട് ഏതാണ്? ഹി ആണ് അല്ലെ. സോ അതാണ് സബ്ജക്റ്റീവ് പ്രോണൗൺ അല്ലെ. പേഴ്സണൽ പ്രോണൗണിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. എന്താണ്? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, then possessive personal pronoun. So first subjective personal pronoun. Subjective personal pronoun എന്ന് പറയുമ്പോൾ സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വരുന്ന പ്രൊണൗൺസിനെയാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. സോ ആ സെന്റൻസിന് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ഹി ഈസ് എ ക്ലവർ. സോ ഹി ഈസ് എ ക്ലവർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വരുന്നത് ഹി ആണ്. മനസ്സിലായോ? പ്രൊണൗൺസ് ഒക്കെ സബ്ജക്റ്റിൽ വരുമ്പോൾ അത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. മനസ്സിലായോ? Then ഒബ്ജക്റ്റീവ് പ്രോണൗൺ. പ്രൊണൗൺസ് ഒബ്ജക്റ്റ് വരുമ്പോൾ അത് ഒബ്ജക്റ്റീവ് പ്രോണൗൺ ആണ്. എന്താണ്? ഇപ്പോ ഷീ ഹെൽപ്ഡ് ദം. ഷീ ഹെൽപ്ഡ് ദം എന്ന് പറയുമ്പോ എന്താണ്? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഉണ്ട്. ആരെ സഹായിച്ചു? ഒബ്ജക്റ്റ് ആയിരുന്നു ഇവിടെ, ദം ആണ്. സോ ദം എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. കാരണം പ്രോണൗൺസ് ഒബ്ജക്റ്റീവ് വരുമ്പോൾ അത് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ ആണ്. ഓക്കെ. ദെൻ പൊസസീവ് പ്രോണൗൺ ഉണ്ട്. പൊസസീവ് പ്രോണൗൺ എന്ന് വെച്ചാൽ നമുക്ക് ഓണർഷിപ്പ് പറയാം. അത് എന്റെയാണ്, നിന്റെ, എന്റെ, അവന്റെ എന്നൊക്കെ പറയില്ലേ, അത് പൊസസീവ് ആണ്. സോ എക്സാമ്പിൾ നോക്കിയേ, മൈ ഫ്രണ്ട് ഈസ് എ ഡോക്ടർ. എന്റെ ഫ്രണ്ട് അല്ലെ, എന്റെ ഫ്രണ്ട് മൈ. സോ അതൊക്കെ എന്താണ്? പൊസസീവ് ആണ്. ദെൻ വാഷ് യുവർ ഹാൻഡ്സ്. നിന്റെ കൈ കഴുകും അല്ലെ. സോ അത് നിന്റെ, എന്റെ, മൈ എന്നൊക്കെ പറയില്ലേ, മൈൻ, യുവർ, അവർ, അവരുടെ, ഞങ്ങളുടെ എന്നൊക്കെ പറയില്ലേ. സോ അതെല്ലാം എന്താണ്? പൊസസീവ് ആണ്. ഓക്കെ, മനസ്സിലായി? സബ്ജക്റ്റിലെ വരുമ്പോ അത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, ഒബ്ജക്റ്റിൽ വരുമ്പോ അത് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. പൊസസീവ് എന്ന് പറയുമ്പോ എന്റെ, നിന്റെ, ഓണർഷിപ്പ് വരുമ്പോ അതെല്ലാം എന്താ? പൊസസീവ് പ്രോണൗൺ. ഓക്കെ, പൊസസീവ് പേഴ്സണൽ പ്രോണൗൺ. ഓക്കെ, ക്ലിയർ ആണോ? പേഴ്സണൽ പ്രോണൗൺ ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കാം. ടെക്സ്റ്റിൽ നോക്കൂ. Personal pronouns are used to refer back to someone or something that has already been mentioned. Personal pronouns are divided into subject pronouns, first person, second person, third person. ഇതിൽ അങ്ങനെയാ പറയാം. സബ്ജക്ട് പ്രോണൗൺ, ഒബ്ജക്ട് പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ. ഇതിനാണ് ഞാൻ പറഞ്ഞത് അല്ലെ. സിമ്പിൾ. സബ്ജക്റ്റിൽ വരുമ്പോൾ സബ്ജക്റ്റ് പ്രോണൗൺ ആണ്. ഒബ്ജക്റ്റിൽ വരുമ്പോൾ എന്താ? ഒബ്ജക്റ്റ് നോക്കിയുടെ എക്സാമ്പിൾ, ഷഹിന റെസ്പെക്ട് മീ. കണ്ടോ, മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, എന്നെ അല്ലെ. അതാണ് അവിടെ ഒബ്ജക്റ്റീവ് പ്രോണൗൺ ആയിട്ട് വരാം. പൊസസീവ് എങ്ങനെയാ വരാൻ നോക്കി, അജ്മൽ ഈസ് മൈ സൺ. മൈ സൺ, മൈ, എന്റെ. ഓക്കെ, അങ്ങനെയാ വരാം. ക്ലിയർ ആണോ? Then first person, second person, third person. ഫസ്റ്റ് പേഴ്സൺ നോക്കൂ. ഫസ്റ്റ് പേഴ്സൺ എങ്ങനെയാ വരാം? സിംഗുലർ. സബ്ജക്റ്റിൽ വരുമ്പോ ഐ വരും. അത് പ്ലൂറൽ ആവുമ്പോൾ സബ്ജക്റ്റിൽ ബി വരും. ഐ എന്ന് പറയുമ്പോൾ ഞാൻ, ബി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അല്ലെ. ഒബ്ജക്റ്റ് ആണെങ്കിലോ മീ, എന്താ? എന്നെ അല്ലെ, എന്നെ എന്നൊക്കെ വരാം. അസ് എന്ന് പറയുമ്പോ അസ് എന്താ? ഞങ്ങളെ അല്ലെ. ദെൻ പൊസസീവ് എങ്ങനെയാ വരാ? പറഞ്ഞല്ലേ, മൈൻ, അവർ, അവേഴ്സ്. മൈൻ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അവർ, അവേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. ഓക്കെ. സെക്കൻഡ് പേഴ്സൺ എപ്പോഴും യുവേഴ്സ് ഒക്കെ തന്നെയായിരിക്കും. നമ്മൾ രണ്ടാമതൊരാൾ വരുമ്പോ എപ്പോഴും അങ്ങനെയാ വരാം അല്ലെ. നീ, നിന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
സോ അത് സെയിം ആയിരിക്കും. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യു തന്നെയാണ്. പിന്നെ ഇത്തിരി വ്യത്യാസം വരാം യുവേഴ്സ് പറയുമ്പോഴാണ്. സോ അതെല്ലാം സെയിം ആണ്. ദെൻ തേർഡ് പേഴ്സൺ വരുമ്പോ നോക്കിയേ. തേർഡ് പേഴ്സൺ വരുമ്പോ സബ്ജക്റ്റിൽ വരുമ്പോ നോക്കിയേ. സബ്ജക്റ്റില് മസ്കുലിൻ ഓർ ഫെമിനിൻ ആവാം, ന്യൂട്രൽ ഓർ ഓൾ ജെൻഡർ ആവാം. എന്ന് വെച്ചാൽ എന്താ, ഹി ഷീ അല്ലെ. ഹി എന്ന് പറയുമ്പോൾ മസ്കുലിൻ ആണ്, ഷീ എന്ന് പറയുമ്പോൾ ഫെമിനിൻ ആണ്. അതെന്താ, ഹിം ഹെർ ഹിസ് ഹെർ ഒക്കെ വരും. ഇറ്റ് എല്ലാം ന്യൂട്രൽ ആണ്. കോമൺ ആയിട്ട് നമ്മൾ ഇറ്റ് യൂസ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. പിന്നെ പ്ലൂറൽസിൽ വേറെ എല്ലാവരെയും കൂട്ടി വരുമ്പോ എന്താ, ദേ ദം ദെയർ. ഓക്കെ, കൺഫ്യൂഷൻ ആയോ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയോ? ഒരുപാട് തലപോകേണ്ട, നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? പേഴ്സണൽ പ്രൊണൗൺ ഡൗട്ട് ഉണ്ടോ എല്ലാവർക്കും? പറയൂ, ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ ഒന്ന് പറയാം. ഒന്നുകൂടെ പറയണം. സോ കേട്ടിരിക്കുക, സിമ്പിൾ ആയിട്ട് പറയാം. പ്രൊണൗൺസ് പറഞ്ഞു, നാല് ടൈപ്പ് ഉണ്ട് അല്ലെ. 4 ടൈപ്പ് ഉണ്ട് പ്രൊണൗൺസ്. അതിൽ ഫസ്റ്റ് ആണ് പറയുന്നത് പേഴ്സണൽ പ്രൊണൗൺ. സോ പേഴ്സണൽ പ്രൊണൗൺ എന്ന് പറയുമ്പോൾ അതില് 3 ടൈപ്പ് വരുന്നുണ്ട്. 4 ടൈപ്പാ? 9 ടൈപ്പ് അല്ലേ? 9 ടൈപ്പ്. എന്താ പറഞ്ഞ 9 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ആണ് പേഴ്സണൽ പ്രൊണൗൺ. പേഴ്സണൽ പ്രൊണൗണില് 3 ടൈപ്പ് ഉണ്ട്. അത് ഏതാണ്? ഫസ്റ്റ് സബ്ജക്റ്റീവ് പ്രൊണൗൺ. സബ്ജക്റ്റീവ് പ്രൊണൗൺ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിൽ വരുന്നത്, മനസ്സിലായോ? ഐ എന്ന് പറയാം. ഐ ഹെൽപ്ഡ്, നേരത്തെ പറഞ്ഞ ഷീസ് ബ്യൂട്ടിഫുൾ, മനസ്സിലായോ? ഷീസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അവിടെ ഷീ ആണ് എന്ത് സബ്ജക്റ്റിൽ വന്നിരിക്കുന്നത്. സോ അതാണ് സബ്ജക്റ്റ് പ്രൊണൗൺ എന്ന് പറയാം. ദെൻ ഒബ്ജക്റ്റിൽ വരുമ്പോൾ എന്താണ്, ഇപ്പോ നവ്യ ഹെൽപ്ഡ് യു അല്ലെ, ഹെൽപ്ഡ് ഹിം എന്ന് പറയില്ലേ, അവനെ സഹായിച്ചു. അപ്പൊ അവിടെ ഹിം വന്നപ്പോ അതെന്താണ്, ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായോ? ദെൻ പൊസസീവ് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഓണർഷിപ്പ് ആണ്. എന്റെ നിന്റെ എന്നൊക്കെ പറയും. അതായത് അതെന്റെ വീടാണ്, അതെന്റെ മോനാണ് എന്നൊക്കെ പറയും. ഷീസ് മൈ ഡോട്ടർ, ഷീസ് മൈ സൺ, ദാറ്റ് ഈസ് മൈ ഹൗസ് എന്നൊക്കെ പറയില്ലേ. സോ മൈ എന്റെ നിന്റെ അവന്റെ എന്നൊക്കെ പറയുമ്പോ അതെന്താണ്, ഓണർഷിപ്പ് ആണ്. സോ അതാണ് പൊസസീവ് എന്ന് പറയാം. ഇത്രയും മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ഇല്ല ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട് ടെക്സ്റ്റില്. ഒരു ക്ലാസ് കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവില്ല. മിസ് പറഞ്ഞ പോലെ നമ്മൾ തന്നെ റിസ്ക് എടുത്ത് നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിനെ കുറിച്ച് പഠിക്കുമ്പോഴുള്ളൂ പഠിക്കുക. പെട്ടെന്ന് ഒരു ക്ലാസ് കൊണ്ട് മനസ്സിലാകൊന്നുമില്ല. സത്യം. മാമിന്റെ നോട്ടാണ് കുറച്ച് എളുപ്പമെന്ന് തോന്നുന്നു. ഇത് വാരി വലിച്ചു കിടക്കുകയും. നിങ്ങളുടെ ടെക്സ്റ്റ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കുറെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോ നിങ്ങൾക്ക് തന്നെ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്താ ഡൗട്ട് തോന്നും. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആരോ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ തന്നെ സിമ്പിൾ അല്ലേ? നമ്മൾ തന്നെ പറയാ ഐ, മീ. നിങ്ങൾ ഇത്രയും വേർഡ് മാത്രം ഓർത്ത് വെക്കും. ഐ, മീ, മൈ ഇതൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺ മനസ്സിലാക്കാം. സെക്കൻഡ് പേഴ്സൺ വരുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആദ്യത്തെ ആള് നമ്മളായിരിക്കും. ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് നമ്മളായിരിക്കും ആദ്യത്തെ ആള്. രണ്ടാമതൊരാള് വന്നു. രണ്ടാമതൊരാള് വരുമ്പോൾ നമ്മൾ അവരെ ഇങ്ങനെയാ പറയാ, യു എന്നാ പറയാ അല്ലെ, ശരിയല്ലേ? യു എന്നാ പറയാ. മൂന്നാമതൊരാള് വന്നു. മൂന്നാമതൊരാൾക്കാർ വരുമ്പോൾ അവരെന്താ പറയാ, അവൻ എന്നൊക്കെ പറയും. അവൻ, അവള്, അവരുടെ, അവളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൂന്നാമതൊരാളെ പിടിക്കണം അല്ലെ. പിന്നെ പ്ലൂറൽ ആണെങ്കിൽ അവരുടെ അല്ലെ, അവർ എന്നൊക്കെ പറഞ്ഞ് പറയും. അപ്പൊ മനസ്സിലായോ? ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും നമ്മൾ തന്നെയാണ്. ഐ, നീ എന്നൊക്കെ പറയാ നമ്മൾ തന്നെയാണ്. സെക്കൻഡ് പേഴ്സൺ എപ്പോഴും നീ ആയിരിക്കും. നീ പറയുന്നത്. തേർഡ് പേഴ്സൺ നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതാണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അവൻ, അവൾ, അവന്റെ, അവളുടെ അല്ലെങ്കിൽ അവർ, അവരുടെ എന്നൊക്കെ പറയും. അതാണ് തേർഡ് പേഴ്സൺ. ഫസ്റ്റും സെക്കൻഡും തേർഡും മനസ്സിലായോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഡൗട്ടുണ്ടോ?
അനിത ഓക്കെ ഇപ്പോ animals are usually referred to by the pronouns it and they. Sometimes animals are referred to by the masculine gender when the sex is not specified. When the female sex is specified, they are referred to by the feminine gender. മനസ്സിലായോ പറഞ്ഞത്? അനിമൽ ചില അനിമലിലൊക്കെ നമ്മള് ഇറ്റൊക്കെ വെച്ച് യൂസ് ചെയ്യും. ഇറ്റ് അതായത് ഇപ്പൊ റോട്ടിൽ ഒരു പട്ടിനെ കാണുന്നതായിരിക്കും, നമ്മൾ എന്താ പറയാ? നമ്മൾ ഒന്നില്ലെങ്കിൽ അതിന്റെ പേര് പറയും, ഡോഗ് എന്ന് പറയും. അതിലും സിമ്പിൾ ആയിട്ട് ഡോഗ് ഇപ്പോ ചിലത് നമുക്ക് എന്താ അത് ഇപ്പോ എന്താ മെയിൽ ആണെങ്കിൽ നമ്മൾ അതിനെ ആ രീതിയിൽ മെൻഷൻ ചെയ്യും, ഫീമെയിൽ ആണെങ്കിൽ ആ രീതിയിൽ മെൻഷൻ ചെയ്യും. അത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. ഈ പാര അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? Then next, okay, name of non-living things. നോട്ട് ഇത് ഓൾറെഡി ക്ലാസ് റൂമിൽ ഉണ്ട്. നിങ്ങൾ ഈ നോട്ട് പിന്നെ എക്സ്ട്രാ ഞാൻ തന്ന നോട്ട് എന്തായാലും ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, സോ then next pattern, okay, name of non-living things are usually neuter. മനസ്സിലായോ? നമ്മള് ജീവനില്ലാത്ത വസ്തുക്കളെല്ലാം ന്യൂട്രാണ്. ന്യൂട്രൽ മീൻസ് നമ്മൾ അതിനെ ഇറ്റ് എന്നാ പറയാം, അല്ലെ? അവനൊരു കാറ് വാങ്ങി, ആ കാറ് കാണാൻ നല്ല ഭംഗിയാണെന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? It is very beautiful. Yeah, he bought a new car. It's beautiful എന്ന് പറയും, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്തത് ഇറ്റ് ആണ്, അല്ലെ? ജീവനില്ലാത്ത എന്തൊരു വസ്തു ആണെങ്കിലും നമ്മൾ അതിന് ഇറ്റ് ആണ് യൂസ് ചെയ്യാറ്. അത് മസ്റ്റ് ആണ്, നമ്മൾ അതിന് വ്യത്യാസമൊന്നുമില്ല. സോ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്, അല്ലെ? ക്ലിയർ അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുമ്പോ എനിക്ക് സംശയം വെച്ചാൽ മനസ്സിലായില്ലേ എന്ന് വിചാരിക്കും ഞാൻ. ഇപ്പൊ നോക്കൂ, the words baby and child are usually referred by the pronoun it. അതേപോലെ തന്നെയാണ് ബേബി. ജീവനുള്ളതിനെ ഇറ്റെന്ന് പറയില്ല ടീച്ചർ? പറയും എന്തായാലും പറയും. അതായത് ഇപ്പൊ പറഞ്ഞു നോക്കൂ, ബേബി ചൈൽഡ് ആർ യൂഷ്വലി റെഫേർഡ് ടു ബൈ ദ പ്രോണൗൺ ഇറ്റ്. കണ്ടോ? ബേബിനെയും ചൈൽഡിനെയും ആ പ്രോണൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇറ്റ് ആണ്. അതിപ്പോ ഗേൾ ബേബി ആണെന്ന് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷീ എന്ന് പറയാം. സോ ഇവിടെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ബേബി അല്ലെങ്കിൽ ചൈൽഡ് എന്ന് മാത്രമാണ് പറയുമെങ്കിൽ നമുക്ക് എന്ത് പ്രോണൗൺ, ഇറ്റ് എന്ന പ്രോണൗൺ യൂസ് ചെയ്തിട്ട് അത് പറയാം. ഓക്കെ, ഇപ്പോ ഇവിടെ പറഞ്ഞ പോലെ കാറ്, ട്രെയിൻ, ഷിപ്പ്, മൂൺ, എർത്ത്, സ്പ്രിംഗ്, ഓട്ടം, നേച്ചർ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ നമുക്ക് എന്താണ് ഇറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ ബേബിയൊക്കെ ജീവനുള്ള വസ്തുവല്ലേ, അപ്പൊ അതിലെങ്ങനെ ഇറ്റ് ചേർക്കും? എന്താണ്? ബേബിയും ചൈൽഡൊക്കെ ജീവനുള്ള വസ്തുവല്ലേ, അതിൽ ഇറ്റ് ജീവനുള്ളതിനും ചേർക്കും എന്ന് പറഞ്ഞല്ലോ ടീച്ചർ. ഇപ്പോ എക്സാമ്പിള് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അല്ല മാം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നൊക്കെ പറയണ പോലെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയില്ല. ഗേൾ ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഷീ തന്നെ പറയണം. മനസ്സിലായോ? എവിടെയെങ്കിലും എന്തോ ഇറ്റ് ഈസ് എ കാറ്റ് എന്ന് പറയില്ലേ? ഇറ്റ് ഇസ് എ ക്യാറ്റ്. അതാ ഞാൻ പറയാം, ഇറ്റ് ഇസ് എ ക്യാറ്റ്. അവിടെ മെൻഷൻ വന്നാൽ മാത്രമേ നമ്മൾ ഷിയോ ഹിയോ യൂസ് ചെയ്യേണ്ടേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷേ ഹി യൂസ് ചെയ്യേണ്ട കുറെ സാധനങ്ങൾ, ഇപ്പൊ സ്റ്റുഡന്റ് ഗേളോ ഷിയോ എന്ന് മെൻഷൻ ചെയ്യാറില്ല പൊതുവെ. സ്റ്റുഡന്റ് എന്നാ പറയാൻ വിചാരിക്കും. അവര് സ്റ്റുഡന്റിന്റെ പ്രോണൗൺ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇറ്റ് ആയിരിക്കും. ഇറ്റല്ല, ഹി ആയിരിക്കും. മനസ്സിലായോ? സ്റ്റുഡന്റ്, അതിന് എക്സാമ്പിള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഈ ബേബി ചൈൽഡ് വരുമ്പോ ഇറ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അല്ലെ? അതേപോലെ തന്നെ സ്റ്റുഡന്റ് എന്ന് ഏതെങ്കിലും സെന്റൻസിൽ കാണുകയാണെങ്കിൽ അവിടെ ഹി ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ തരുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ജെൻഡർ പറഞ്ഞില്ലെങ്കിൽ ഇറ്റ് യൂസ് ചെയ്യും. അങ്ങനെയും വേണമെങ്കിൽ പറയാം. സോ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എല്ലാം. ഇവിടെ നോക്കിയേ, വേഴ്സ് ദ ബോക്സ്, ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ. കണ്ടോ? ബോക്സ് പറഞ്ഞപ്പോ ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞു, അല്ലെ? Then he loves his bicycle and cannot do without it. കണ്ടോ? ഈ ബൈസൈക്കിളിനെയാണ് അവിടെ ഇറ്റ് പ്രൊണൗൺ യൂസ് ചെയ്തത്. Then when I saw the film, it was interesting. കണ്ടോ? ഫിലിമിനെ ഇറ്റ് ഉപയോഗിച്ചിട്ട് പ്രൊണൗൺസ് ചെയ്തു, അല്ലെ?
അതിന്റെ pronoun ആണ് it. Then the moon has hidden her face behind a cloud. ഇവിടെ എന്താണ് വ്യത്യാസം കണ്ടോ നിങ്ങൾ? ഹെയർ വന്നു മൂന്ന് വന്നു. യാ, അപ്പൊ മനസ്സിലാക്കാം മൂൺ എപ്പോഴും ഫെമിനൈൻ ആയിരിക്കും. മനസ്സിലായോ? അതേപോലെ ഫെമിനൈൻ വേർഡ്സ് ഉണ്ട്, മസ്കുലിൻ വേർഡ്സ് ഉണ്ട്, അത് പഠിച്ചു വെക്കണം. ഇപ്പോ അടുത്ത് നോക്കിയേ, the rain pours his drops on the rich and poor alike. റെയിൻ എന്ന് പറയുന്നത് മസ്കുലിൻ വേർഡാണ്. സോ അതുകൊണ്ടാണ് അവിടെ ഹിസ് യൂസ് ചെയ്തത്. മനസ്സിലായോ? അപ്പോ ഫെമിനൈൻ വേർഡ്സ് ഉണ്ട്, മസ്കുലിൻ വേർഡ്സ് ഉണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് പഠിച്ചു വെക്കുക എല്ലാവരും. ഓക്കെ, ക്ലിയർ ആണോ? അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എപ്പോഴും മസ്കുലിൻ വേർഡ് ആണ്. അതിന്റെ പ്രോണൗൺ എപ്പോഴും ഹി ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ് മാം. ഇപ്പോ ഇവിടെ possessive pronoun നോക്കി. It should be noted that the possessive pronouns have two forms. The first form are also known as possessive adjective because they are always used with the nouns. Possessive adjective ആണ് ഈ my, our, your, his എന്നൊക്കെ പറയാം. അത് ഞാൻ എന്റെ നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. അത് നൗൺസിന്റെ ഒപ്പം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Where's your father? നിന്റെ അച്ഛൻ എവിടെ? നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം. നിന്റെ, എന്റെ എന്നൊക്കെ പറയുമ്പോൾ, അവളുടെ എന്നൊക്കെ പറയുമ്പോൾ പോസിറ്റീവ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് ഈ മിസ്റ്റേക്ക് വരുന്നത്. മനസ്സിലായോ? ഇനിയിപ്പോ അതിന്റെ സെക്കൻഡ് നോക്കിയേ. The book on the table is my book. അത് എന്റെ ബുക്കാണ്. അത് സെക്കൻഡ് വരുമ്പോൾ നോക്കി. The book on the table is mine. കണ്ടോ? mine. mine എന്ന വേർഡ് സെക്കൻഡ് ആണ്. അത് സെക്കൻഡ് ഫോം ആണ് കാണിച്ചത്. ഫസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ എന്റെ, നിന്റെ എന്നൊക്കെ പറയാം. അത് യുവർ, ഹെർ, ഹിം എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യാം. ദെൻ വരുന്നത് മൈൻ. കണ്ടോ? മൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഫോം ആണ് കാണിച്ചത്, മൈൻ. ദെൻ നോക്കിയേ, ദിസ് ഈസ് ഹെർ പെൻസിൽ. അത് നമുക്ക് വേണമെങ്കിൽ പറയാം, ദിസ് പെൻസിൽ ഈസ് ഹേഴ്സ്. കണ്ടോ? ഹേഴ്സ്. അപ്പൊ മൈൻ, ഹേഴ്സ്, യുവേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ പോസസീവിൽ തന്നെ വരുന്നതാണ്. ഫസ്റ്റ് ഈ പേഴ്സണൽ പ്രോണൗൺ കറക്റ്റ് ആണോ? കേട്ടോ? ക്ലിയർ ആയോ? എനിക്ക് ക്ലിയർ ആയി. ക്ലിയർ ആണ്. ആർക്കാണ് ക്ലിയർ ആവാത്തെ? മനസ്സിലാവാത്താരൊക്കെയാ? ഒന്ന് പറഞ്ഞേ. നസ്രത്തിന് എന്താ മനസ്സിലായെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു കൊടുത്തേ. എന്താണോ മനസ്സിലായത്? തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. സോ എന്താണോ മനസ്സിലായത് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. ടീച്ചർ ആ രീതിയിൽ ഒന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. നസ്രത്തിൻ്റെതായ രീതിയിൽ എക്സാമ്പിൾസ് പറയാം. പേഴ്സണൽ പ്രോനൗൺ ആണ് ഇൻസ്റ്റെഡ് ഓഫ് നെയിം ഓഫ് എ പേഴ്സൺ. പേഴ്സണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പേഴ്സണൽ പ്രോനൗൺ. എക്സാമ്പിൾ ഹി ഈസ് ക്ലവർ. നേരെ ഹി എന്ന് പറയുന്ന ഹി എന്ന് പറയുന്നത് പ്രൊനൗൺ ആണ്. അങ്ങനെയല്ലേ? ഹലോ. Personal pronoun means used instead of the name of the person. പേഴ്സണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. 3 ടൈപ്സ് ഉണ്ട് പേഴ്സണൽ പ്രൊനൗണ്. ഒന്ന് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗണ്. സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സെന്റൻസ് സബ്ജക്റ്റ് ആയി വരുന്നതാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗണ്. എക്സാമ്പിൾ ഹി ഈസ് ക്ലവർ. അന്നേരം ഹി ആണ് സബ്ജക്റ്റ് വരുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നവ്യ ഹെൽപ്ഡ് ഹിം എന്ന് പറയുമ്പോൾ അവിടെ നവ്യ ഹെൽപ്ഡ് ഹിം, ഹിം ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പൊസസീവ് അഡ്ജക്റ്റീവ് പ്രൊനൗൺ. പൊസസീവ് എന്ന് വെച്ചാല് പിന്നെ ഓണർഷിപ്പ് വരുമ്പോൾ ഇപ്പൊ
മൈൻ അങ്ങനെ വരുന്നതിനെയാണ് പൊസസീവ് എന്ന് പറയുന്നത്. അജ്മൽ ഈസ് മൈ സൺ, അന്നേരം മൈ എന്റേത് എന്ന് പറയുന്നതാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് വരുന്നത്. അത്ര എനിക്ക് മനസ്സിലായി. വേറെ ആർക്കൊന്നും മനസ്സിലായേ? വേറെ ആരാ പറയാ? വേറെ ആരാ പറയാ? ആർക്കും മനസ്സിലായില്ല എന്നാണ് പറയുന്നേ? മനസ്സിലായില്ല? മാം ക്ലാസ്സിൽ മനസ്സിലാകാറില്ല. മാമിന്റെ നോട്ട് പോയി നോക്കുമ്പം ക്ലാസ് കേട്ടിട്ട് നോട്ടിൽ പോയി നോക്കുമ്പോഴത്തേനും മനസ്സിലാകാറുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അപ്പം നേരത്തെ ഒന്ന് നോട്ട് ഇട്ടിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത് മാം. പക്ഷെ നേരത്തെ നോട്ട് ഇടാൻ ഇല്ല അങ്ങനെ. പിന്നെ നമുക്ക് നോക്കുമ്പോ പിന്നെ ഇച്ചിരി കൂടെ മനസ്സിലാവുമല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. നമ്മള് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണ് നോട്ട് ഇടുക. അങ്ങനെ ചെയ്യാം. മാമിന്റെ നോട്ട് കാണുമ്പം ക്ലാസ് കേട്ടിട്ട് അത് പോയി കാണുമ്പം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ നോട്ട് എന്തായാലും നാളെ ഇടും. ഈ നോട്ടില് എന്തായാലും ഫുൾ ഉണ്ട്. ഓക്കെ, 9 ടൈപ്പ് ഓഫ് പ്രൊണൗൺസ് ഈ നോട്ടിലുണ്ട്. അത് മാത്രമല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനസ്സിലായോ? ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ മീഡിയ വഴിയാണ് ഒന്നും കൂടി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോഴേ ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ക്ലാസ് കേട്ട് പോകുമ്പോൾ മനസ്സിലാവില്ല. ഇത് ഓരോന്ന് എന്താന്നുള്ളത് ഇങ്ങനെ മാറി മാറി പോകും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ എടുത്തിട്ട് ഒന്ന് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതെ, നിങ്ങള് കുറെ ക്യാപ്പ് കഴിഞ്ഞ് വന്നവരുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അതിപ്പോ നിങ്ങൾ തന്നെ കുറെയൊക്കെ പഠിക്കേണ്ടി വരും. എന്താണ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രൊണൗൺ എന്ന് പറയുന്നത് ഒരു നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ചിലർക്ക് നൗൺ എന്താന്ന് മനസ്സിലാവില്ല. നൗൺ എന്ന് പറയുന്നത് എന്താണ്? Name of a person, place or a thing. നൗൺ എന്ന് പറയുമ്പോൾ പേഴ്സന്റെ പേരോ എന്തെങ്കിലും നെയിംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവാം. അതാണ് സോ ഞാൻ ഈ കമന്റ് കണ്ടിട്ട് ചെയ്യിച്ചതാണേ. റെമിഷ എന്നാണ് ഇവര്. റെമിഷ ക്ലാസ്സിലുണ്ടോ? ഉണ്ട്, പറഞ്ഞു മിസ്സേ. റെമിഷക്ക് എന്ത് പറ്റി മനസ്സിലായില്ലേ? എന്താണ്? കുറച്ച് സ്പീഡ് കൂടുതലാ. പിന്നെ എന്ന് വെച്ചാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് മാത്രം നമുക്കിത് പഠിക്കാൻ പറ്റും. പിന്നെ ഇതിനു വേണ്ടി വേറെയും സമയം പിന്നെ കണ്ടെത്താനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും അല്ലാണ്ട് ഇപ്പൊ പറയുന്നതൊന്നും അങ്ങ് തലയിലേക്ക് കയറിയില്ല. എന്തെന്നാ മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു തരണമെങ്കിൽ അതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇപ്പൊ നൗൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അത് അറിയില്ല എന്ന് പറയുമോ? നൗൺ എന്താണെന്ന് അറിയാലോ. കാരണം നൗൺ എന്താണെന്ന് അറിഞ്ഞാലേ ഇനി അങ്ങോട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ നൗൺ എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് നൗൺ എന്താണെന്ന് മനസ്സിലാക്കും. നൗൺ എല്ലാവർക്കും അറിയാമോ? അറിയാം. ഓക്കെ, നൗൺ എന്താണെന്ന് അറിയാം. ഇനി അടുത്ത പ്രോണൗൺ ആണ്. ഇപ്പൊ നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോണൗൺ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ പേര് അശ്വതി, ഞാൻ ടീച്ചറാണ്. അപ്പോ പിന്നെ ഞാൻ എന്ത് സെന്റൻസ് പറയുമ്പോ അശ്വതി 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 എന്ന് പറയില്ല. കാരണം ഷീന്ന് യൂസ് ചെയ്യും. ഇപ്പൊ ഒരു മെൻ ആണെങ്കിൽ അവനൊരു പ്രോണൗൺ നമ്മൾ പറയാ ഹീയാ പറയാ. അപ്പൊ അതാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? പ്രോണൗൺ എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? പ്രൊനൗൺ എന്താന്ന് മനസ്സിലായി. അതെ, അത് എന്താ പറയാ, അതിൽ പേഴ്സണൽ പ്രൊനൗൺ മനസ്സിലായി. പക്ഷെ ആ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പൊസസീവ് അത് വരുമ്പോഴാണ് ഒരു ഡൗട്ട് വരിക. ആകെ കൺഫ്യൂഷൻ ആവുന്നത്. സബ്ജക്റ്റില് നമ്മളൊരു കാര്യം പറയും. സബ്ജക്റ്റിൽ ഇപ്പൊ എന്താ പറയാ, ഞാനൊരു ടീച്ചറാണ്. എന്താ അതിന്റെ ഇംഗ്ലീഷ് വരാ? I am a teacher. I am a teacher. അല്ലേ?
ഐ എം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്ന സാധനം സബ്ജക്റ്റ് ആണ്, ഞാനാണ് അല്ലേ, ഞാനൊരു ടീച്ചറാണെന്നാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രൊനൗൺ ഒരു ഡെഫിനിഷൻ തരാവോ? പേഴ്സണൽ പ്രൊനൗൺ ഡെഫിനിഷനോ? പേഴ്സണൽ പ്രൊനൗൺ ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിംസ് ഓഫ് ദ പേഴ്സൺ. കണ്ടോ? പേഴ്സന്റെ പേരിന് പകരം യൂസ് ചെയ്യുന്നതാണ് പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നത്. അതായത് മാം സബ്ജക്റ്റിന്റെ സ്ഥലത്ത് പ്രോണൗൺ ഉപയോഗിക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞു, സബ്ജക്റ്റിന്റെ ആ ഒരു പേരിന് പകരം അവിടെ പ്രോണൗൺ യൂസ് ചെയ്യുന്നു. അതായത് നവ്യ ഒരു ഡാൻസർ ആണ് എന്ന് ഞാൻ പറയണം. സോ നമ്മള് നവ്യ എന്ന് പറയാതെ ഷീസ് എ ഡാൻസർ എന്ന് പറയുന്നു. അവിടെ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലേ? ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റും ആണ്, അതെന്താണ്, ഒരു പ്രോണൗൺ കൂടിയാണ്. സോ അതാണ് സബ്ജക്റ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അവൻക്ക് ഒരു കാര്യം ഇഷ്ടമാണ് പറയുമ്പോ അവൻ, ഹീ എന്ന് പറയുമ്പോ അതും സബ്ജക്റ്റീവ് ആണോ വരിക? അത് സബ്ജക്റ്റീവ് ആണോ വരിക? സബ്ജക്റ്റീവ് വരാ. ഹീ, ഷീ, ഇതൊക്കെ സബ്ജക്റ്റീവ് അല്ല വരാ. അതാണ് ഞാൻ ഈ സബ്ജക്റ്റീവ് പ്രോണൗണിൽ കൊടുത്താൽ കണ്ടോ, ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ, ഇതെല്ലാം സബ്ജക്റ്റീവ് വരും. സബ്ജക്റ്റീവ് ക്ലിയർ ആയി. അപ്പൊ ഒബ്ജക്റ്റീവ് ഒന്നും കൂടി പറഞ്ഞുതരും. ഒബ്ജക്റ്റീവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോ സബ്ജക്റ്റ് ഇപ്പോ ദേ പറഞ്ഞു. ദേ എന്ന് പറയുമ്പോ അവർ സ്റ്റുഡൻസ് ആണെന്ന് നമ്മ പറയണം. അപ്പൊ എന്താ പറയാ? ദേ ആർ സ്റ്റുഡൻസ് അല്ലെ? അപ്പൊ ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റിൽ വന്നു. ഇത്രയും ക്ലിയർ ആയി. ബി ഉപയോഗിച്ചിട്ട് പറയാം, വി ആർ സ്റ്റുഡൻസ് എന്ന് പറയാം. സോ അത് സബ്ജക്റ്റിൽ വന്നു. ക്ലിയർ? ദെൻ ഒബ്ജക്റ്റില് എന്താ പറയാ? അവർക്ക് എന്നെ ഇഷ്ടമാണ് എന്താ പറയാ? She likes me. She likes me. അവിടെ ആ മീ വന്നു. മീ എപ്പോഴും ഒബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. സബ്ജക്റ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോ അല്ലാണ്ട് ഒരു പേര് പറയാലോ, ഇപ്പൊ ആരെങ്കിലും ഒരു പേര് നവ്യ ലൈക്സ് മീ എന്ന് പറഞ്ഞു. നവ്യക്ക് ഇഷ്ടമാണ്. സോ അവിടെ എന്നെ എന്ന് യൂസ് ചെയ്തു, എന്നെ അല്ലേ? അതാണ് ഒബ്ജക്റ്റ് വരാ. അതേപോലെ തന്നെ എന്താണ്, ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു നോക്കി. Navya likes him. Likes him. അവനെ അല്ലെ, അവന് ഇഷ്ടമാണ്. നിന്നെ ഇഷ്ടമാണെന്നാണെങ്കിലോ നവ്യ Likes you. അവളെ ഇഷ്ടമാണെന്നെങ്കിലോ Navya likes her. അത് ഇഷ്ടമാണെന്നാണെങ്കിലോ അത് ഇഷ്ടമാണ്. Navya likes it. Likes it. ഞങ്ങളെ ഇഷ്ടമാണെന്നാണെങ്കിലോ Navya likes us. നവ്യ ലൈക്സ് us. അവനെ ഇഷ്ടമാണെന്നാണെങ്കിലോ Navya likes അവരെയാണോ മാം? അവരെ. Navya likes them. Navya likes them. അസീമ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ? സോ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗണിലെ വരുന്നതാണ് ഈ മീ, യു, ഹിം, ഹർ, ഇറ്റ്, അസ്, ദം. ഇതെല്ലാം ഒബ്ജക്റ്റീവിലേ വരുള്ളൂ, സബ്ജക്റ്റിൽ ഒരിക്കലും വരില്ല. വരുമോ? നിങ്ങൾ തന്നെ പറയൂ, വരുമോ? പറയൂ. ഇല്ല. അപ്പൊ മനസ്സിലായോ? അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ പൊസസീവ് എന്താ പറയാ? എന്റെ, നിന്റെ, അവന്റെ, അവരുടെ, അതിന്റെ. മനസ്സിലായോ? അതൊക്കെയാണ് പൊസസീവ് എന്ന് പറയാ. എപ്പോഴും ഓണർഷിപ്പ് ഉണ്ടാവും. അതായത് എന്റെ കൈ കഴുകൂ എന്ന് പറയുമ്പോ എന്താ? എന്റെ, മൈൻ അല്ലേ? നമുക്കവിടെ മൈൻ യൂസ് ചെയ്യാം, മൈ യൂസ് ചെയ്യാൻ പറ്റും. ശരിയാണോ?
നിന്റെ എപ്പോഴും നിന്റെ യുവർ തന്നെ ആയിരിക്കുള്ളൂ. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. യുവർ എപ്പോഴും യുവർ തന്നെ ആയിരിക്കുള്ളൂ അല്ലെ. മൈ നമുക്ക് മൈ പറയാം, മൈൻ പറയാം, രണ്ടും പറയാൻ പറ്റും. പിന്നെ ഹി ആണെങ്കിലോ ഹിസ് പറയാം, ഹെർ പറയാം, ഇറ്റ്സ് പറയാം, ദേർ പറയാം അല്ലെ. പിന്നെ ഹേഴ്സ് പറയാം. സത്യോ? ഇവിടെ നോക്കിയേ, സിംഗുലർ പൊസസീവില് സിംഗുലറും പ്ലൂറലും കൊടുത്തതാണോ? സിംഗുലർ വരുമ്പോ മൈ പറയാം, അത് പ്ലൂറലാകുമ്പോ എന്താ അവർ, യുവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ദെൻ നോക്കിയേ ഇവിടെ സിംഗുലറിൽ നോക്കിയേ മൈൻ, അവേഴ്സ്, യുവർ, യുവേഴ്സ്, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയേഴ്സ് എന്നൊക്കെ പറയാം. ഹേഴ്സ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഇപ്പോഴും എന്താണ് പോസസീവ് ആയിരിക്കും. ഇപ്പോ എന്റെ പേര് അശ്വതി എന്നാണ്, ഒന്ന് പറഞ്ഞേ. My name is Ashwini. മൈ നെയിം ഈസ് അശ്വതി. എന്റെ പേര്, എന്റെ എന്ന് വന്നു. മനസ്സിലായോ? അത് ഓണർഷിപ്പ് അല്ലേ? അത് എനിക്ക് മാത്രം ഉള്ളതല്ലേ? ഓണർഷിപ്പാണ്. പിന്നെ എന്താണ് നമ്മുടെ എല്ലാവരും നടന്നു കേട്ടോ. ഒരാള് ചോദിക്കോ? ഫുള്ള് ഡിസ്റ്റർബൻസ് ആവുന്നു. ആരാ ചോദിച്ചേ? അവർ സ്കൂൾ എന്ന് പറയുമ്പോഴേ അവർ ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോ അത് പൊസസീവ് ആണ്. അതായത് അത് നമ്മുടെ ഒരു ഓണർഷിപ്പ് അങ്ങനെയല്ലേ, പൊസസീവ് അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. നമ്മളെന്ത് നമ്മുടെ ക്ലാസ് ആണ്, അത് അവരുടെ ക്ലാസ് ആണ് എന്നൊക്കെ പറയില്ലേ. എന്റെ ക്ലാസ് ആണ്, നിന്റെ ക്ലാസ് ആണ്, അതൊക്കെ ഓണർഷിപ്പ് അല്ലേ? യൂസ് ചെയ്യോ? വി യൂസ് ചെയ്യില്ല. വിക്ക് പോയാലും നമ്മൾ അവറാ പറയാ, വി പറയില്ല. വി അപ്പൊ ഇത് മൂന്നിലും പെടണില്ല മാം. പേഴ്സണൽ അതില് വി മൂന്ന് വിഭാഗത്തിലും പെടണില്ലേ? ഒബ്ജക്റ്റീവില് പെടുവോ? ഒബ്ജക്റ്റീവില് പെടും. വി വരുമോ? Subjective പെടും. സബ്ജക്റ്റിലാണ് വരിക. സബ്ജക്റ്റില് വരാ. വിയുടെ ഫീലിംഗ് എന്താണ്? നമ്മൾ, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ. നമ്മൾ, ഞങ്ങളാണ്. നമ്മളെന്താണ്? അവർ, അവർ, നമ്മൾ. ഇല്ല. ഇപ്പൊ ഞങ്ങൾ എന്ന് പറയുന്നത് വി, അത് സബ്ജക്റ്റില് മാത്രമേ വരുള്ളൂ. അതിനെ ഒബ്ജക്റ്റ് ആക്കണമെങ്കിൽ എന്താ വരാ? അവർ എന്ന് വരും. അവർ, അവർ, ഞങ്ങളുടെ. മനസ്സിലായോ? ഓക്കെ. നമ്മൾ എന്ന് പറയുമ്പോ എന്താ? വി ആർ വരും. വി ആർ ആണ് നമ്മള്. ഓക്കെ, വി ആർ. വി ആർ ആണ് നമ്മള്. ഓക്കെ ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നോട്ട് എടുത്തിട്ട് കുറച്ച് എഴുതി അങ്ങനെ വെക്കേ. സബ്ജക്റ്റില് വരുന്നത് ഐ, അവിടെ അല്ലെങ്കിൽ വേണ്ട, എഴുതിയും കുഴപ്പമില്ല, ഞാൻ എന്റെ നോട്ടിലുണ്ട്. എഴുതാം, കുഴപ്പമില്ല. ഇപ്പൊ എന്താ മനസ്സിലായത്? സബ്ജക്ട് എന്ന് പറയുമ്പോ ഞാൻ, നീ, അവൻ, അവൾ. മലയാളത്തിലാണെ അവൻ, അവൾ എന്ന് പറയുള്ളൂ അല്ലെ. അവൻ ബ്യൂട്ടിഫുൾ ആണ്, അവളൊരു സ്റ്റുഡന്റ് ആണ്, ഡാൻസർ ആണ് എന്നൊക്കെ. അവൾ എന്ന് വെച്ചാ പറയാറ്, അവൻ എന്ന് വിളിച്ചാ പറയാറ്, ഞാൻ എന്ന് വെച്ചാ പറയാറ് അല്ലെ. സോ അത് ഒബ്ജക്റ്റീവ് പോകുമ്പോ എന്താണ്? അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അവൾക്ക് അത് ഇഷ്ടമാണ്, അവൾക്ക് അവരെ ഇഷ്ടമാണ്. സോ അതൊക്കെ ഒബ്ജക്റ്റ് വന്നു അല്ലെ. എന്തൊക്കെയാ ഒബ്ജക്റ്റ് വന്നേ? അവർ, അവളെ, അവനെ, എന്നെ, നിന്നെ എന്നൊക്കെയാണ് ഒബ്ജക്റ്റിൽ വന്നത്. ഓക്കെ. ഇനിയിപ്പോ പൊസസീവിൽ എന്താ വരാ? എന്റെ, നിന്റെ, ഞങ്ങളുടെ, അവരുടെ എന്നൊക്കെയല്ലേ ഒബ്ജക്റ്റില് പൊസസീവില് വരാം. അങ്ങനെ പറയുമ്പോ ഓണർഷിപ്പ് ആണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് ഞങ്ങളുടെ ക്ലാസ് ആണ്, അത് എന്റെ ആണ്, അതെടുക്കരുത്, എന്റെ ആണ് നമ്മൾ പറയും അല്ലെ. അയ്യോ അതെടുക്കരുത്, അവന്റെ ആണ് എന്ന് പറയും. സോ അത് ഓണർഷിപ്പ് ആണ്, പൊസസീവ് ആണ്. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായോ? മനസ്സിലായി മിസ്സേ, മനസ്സിലായി.
മനസ്സിലായി. ഇനി ഡൗട്ട് ഉണ്ടെന്ന് പറയരുത്. ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാം. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന സെന്റൻസിനകത്ത് വി എന്ന് പറയുന്നത് അവിടെ പ്രൊണൗൺസിൽ വരുന്നതല്ലേ? മെസ്സേജ് ഉണ്ടായിരുന്നോ? ഉണ്ട്. We are like to celebrate Onam festival. We are പറഞ്ഞല്ലോ. എന്താ മീനിങ്, എന്താ ഉദ്ദേശിച്ചേ? ഞങ്ങൾക്ക് ഓണം ഫെസ്റ്റിവല് സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. We like to കുഴപ്പമില്ല. We are like to എന്ന് പറഞ്ഞാൽ we like to പറഞ്ഞാലും കുഴപ്പമില്ല, കറക്റ്റ് ആയിരിക്കും. We are എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, കറക്റ്റ് ആണ്. We are like to celebrate ഓണം ഫെസ്റ്റിവൽ. ഇതിലും നന്നായിട്ടും പറയാനും പറ്റും. ഇംഗ്ലീഷ് ആവുമ്പോ തിരിച്ചും കുറച്ചൊക്കെ പറഞ്ഞാലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊക്കെ കിട്ടും. ഇതില് വി സബ്ജക്ട് തന്നെയല്ലേ? വി സബ്ജക്ട് തന്നെയാണ്. പക്ഷെ ആ സെന്റൻസ് വരുമ്പോ വി ആറ് വേണ്ട. വി ആറ് അത്ര നല്ലതല്ല യൂസ് ചെയ്യുന്നത് അവിടെ. ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ വി ലൈക്ക് ടു സെലിബ്രേറ്റ് ഓണം എന്ന് പറഞ്ഞാലും മതി. വി ലൈക്ക് ടു സെലിബ്രേറ്റ് ഓണം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാലും മതി. കാരണം ഓണം ഓൾറെഡി ഒരു ഫെസ്റ്റിവൽ ആണ്. സോ ഏറ്റവും സിമ്പിൾ നമുക്ക് പറയാം വി ലൈക്ക് ടു സെലിബ്രേറ്റ് ഓണം. വി ആറ് പറയണ്ട. ഇപ്പോ ഞങ്ങളെല്ലാം സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു നോക്കിയേ. We are students. We are all students. We are students. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. We are students. We are celebrating ഓണം പറയോ? We are celebrating ഓണം എന്ന് പറയോ? ഞങ്ങൾ ഓണം ആഘോഷിക്കുകയാണ്. We are celebrating ഓണം എന്ന് പറയാം. സോ നമ്മള് ഇത്രയും മനസ്സിലാക്കുക. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയില്ലേ, എനിക്ക് അതിഷ്ടമാണ്, എനിക്ക് ഇതിഷ്ടമാണ്, അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? സോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ സബ്ജക്റ്റിന്റെ കൂടെ ഒന്നും വേണ്ട. മനസ്സിലായോ? അതായത് അത് ഇപ്പൊ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ പിന്നീടുള്ള കാര്യമാണെന്ന് ഞാൻ പറയാം. ഇപ്പോ ജിഷ്മ അയച്ച സെന്റൻസ് നോക്കാം. വി ആർ ലൈക്ക് ടു സെലിബ്രേറ്റ് ഓണം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ സെന്റൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അവിടെ ആറിന്റെ ആവശ്യമില്ല. ആ സമയം ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആറ് ആവശ്യമാണ്. വി ആർ സെലിബ്രേറ്റിംഗ് ഓണം. ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതൊരു പ്രവൃത്തി ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ പ്രസന്റ് ടെൻസിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആറ് ചേർക്കും, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെയല്ല. പ്രസന്റ് ടെൻസിൽ നമ്മൾ ആറ് ചേർക്കും. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്. സോ ഞാൻ എന്ത് പറയും? ഐ എം എ ടീച്ചർ എന്ന് പറയും അല്ലെ? അപ്പോ ഇതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു. എന്താണ്? വി ആർ സ്റ്റുഡൻസ്. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? പിന്നെ നമ്മളൊരു കാര്യം പറയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോ എന്താ? ഐ ആം ടീച്ചിങ്. ഇവിടെ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്. ആം എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് വേർബ് ആണ്, ഓക്സിലറി വേർബ് ആണ്, ഹെൽപ്പിംഗ് ആണ്. ഐനെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ പഠിക്കുകയാണെന്ന് പറയുമ്പോ വി ആർ ലേണിംഗ് എന്ന് പറയോ? അതെ, വി ആർ ലേണിംഗ് എന്നൊക്കെ പറയും. മനസ്സിലായത്? വീടൊപ്പം ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ് ഈ ആർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ അവൻ പഠിക്കുകയാണെന്ന് പറയുമ്പോ എന്താ? അപ്പൊ ഹീക്ക് സഹായിക്കാൻ വരുന്ന ഒന്നാണ് എന്ത്? ഈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ ഞാൻ പിന്നീട് പഠിപ്പിച്ചുതരാം. അത് പഠിക്കുമ്പോ ഇതൊക്കെ ബേസിക് അല്ലേ? അതൊക്കെ ടെൻസ് ഒക്കെ പറയുമ്പോ ഓരോരുത്തരും വരും. സോ പേഴ്സണൽ പ്രോണൗൺ ക്ലിയർ ആയോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ.
വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിയിട്ട് വരാം. ഇപ്പൊ അടുത്ത ഈ നോട്ട് എന്തായാലും നാളെ നിങ്ങൾക്ക് കിട്ടും. സോ എല്ലാ പ്രോണൗണും വെച്ചിട്ടൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ പറയാം. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഇപ്പൊ ക്ലാസ് ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ പറയല്ലേ? ആരാ സൈൻ ഔട്ട് ചെയ്യൂ? Problems are not stop signs, they are guidelines. Signed out by Nusiba. മാം, നമ്മുടെ PDF ഡിറ്റർമിനേഴ്സും ജെനിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ എടുത്തിട്ടില്ല. അതുണ്ടോ എക്സാമിന്? അത് എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു പോയിരുന്നു. അത് ഇല്ല, എടുത്തിട്ടില്ല മിസ്. ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ജെനിറ്റീവ് എന്ന് പറയുന്നതോ ജെൻഡർ വരെയാണ് എടുത്തായിരുന്നത്. ജെൻഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജെനിറ്റീവ് മുതൽ തന്നെയാണ്. ഇപ്പൊ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യുന്നതാണ് ഈ ജെനിറ്റീവ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അവളുടെ ആരോ ചോദിച്ചു മെൻസ് പറയാൻ പറ്റില്ല എന്താ ചോദിച്ചു. മെൻസ് എന്ന് പറയുമ്പോ മെന്നിന് കൂടെ അപ്പോസ്ട്രോഫി എസ് അവളുണ്ട്. എന്താ? പുരുഷന്മാരുടെ എന്നൊരു ഇത് വരും. മനസ്സിലായോ? ഇത് അവന്റെ കാറാണ് എന്ന് പറയുമ്പോ എന്താ? അല്ലെങ്കിൽ വേണ്ട, ഇത് നബിയുടെ കാറാണ് എന്ന് പറയുമ്പോ നവ്യാസ് കാർ. അതാണ് ജെനിറ്റീവ്. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? യെസ് മാം. പിന്നെ ഡിറ്റർമിനേഴ്സ് പറയുമ്പോ ഫ്രണ്ട് ഓഫ് നൗണിന്റെ ഫ്രണ്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയാം. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കാണുന്ന എല്ലാ വേർഡ്സും ഡിറ്റർമിനേഴ്സ് ആണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതിനൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നിങ്ങൾ അതിലോട്ട് പേടിക്കണ്ട. കാരണം നിങ്ങൾ കുറച്ചുകൂടെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ടീച്ചർ ആവുന്നവരാണ്. സോ അത് കണക്കിലെടുത്താണ് ഇവർ ഇത്രയും എക്സ്പ്ലനേഷൻ കൊടുത്ത് ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെന്ന് പറഞ്ഞ പോലെ എല്ലാരും നിങ്ങളും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നാല് ഈ ക്ലാസ്സിൽ മനസ്സിലാവില്ല എന്നല്ല, പക്ഷെ നിങ്ങൾ ഭാവിയിൽ അത് പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് നല്ലോണം അറിവുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടേതായ രീതിയിൽ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് പറയണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് അറിവ് വേണം അല്ലെ? കുറച്ച് ചെറിയ ഡൗട്ട് വെച്ച് പോലും നമുക്ക് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൂടെ എഫേർട്ട് എടുത്ത് പഠിക്കാൻ നോക്കാം. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് തരും. ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ തീരുമ്പോൾ ഞാൻ തരും. കാരണം ഞാൻ പറഞ്ഞു നൗണ് പ്രോണൗൺ ആണ് ഈ ചാപ്റ്ററിലുള്ളത്. നൗണും പ്രോണൗണും കഴിയുമ്പോൾ നമുക്ക് എക്സാം ഇടാം. എന്നാൽ എക്സാംസ് ആ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ഉണ്ടാവുള്ളൂ. നൗണ് മാത്രമാകുമ്പോൾ അത്രയും ഉണ്ടാകില്ല. മാം, എക്സാമിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ തന്നോളൂ കേട്ടോ. ഇല്ല, എക്സാം എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ അല്ലേ? നമുക്ക് സീനൊന്നുമില്ല. ഓക്കെ, സ്ക്രീനിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിക്കും, നമുക്ക് ആൻസർ പറയാം. PDF മോഡൽ തന്നെയാണോ? അതിലുള്ള എക്സസൈസ് പോലത്തെയാണോ വരിക? ഇല്ല, ഞാൻ സ്ക്രീനിൽ കാണിക്കും വിസിപ്പായിട്ട്. ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. Yeah, thank you all. Thank you, ma'am. Thank you, ma'am.